കണ്ടല്ലോ. ആട്ടെ, ഈ ഫോട്ടോ എങ്ങനെ കിട്ടി? അലക്സ്, ആകാശത്തിന് കീഴെ ഞാൻ എന്താഗ്രഹിച്ചാലും ആ നിമിഷം അത് സാധിച്ചിരിക്കും നിനക്കറിയാമല്ലോ. ഇത് സിഗരറ്റ് ലൈറ്റർ മാത്രമല്ല, ക്യാമറ കൂടിയാണ്. പക്ഷേ ഞാൻ എത്ര ആലോചിച്ചിട്ടും ആ രത്നങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ ഒരു വഴിയും കാണുന്നില്ല. ആ കാര്യത്തിൽ മിസ്റ്റർ മഹേന്ദ്രൻ നിരാശപ്പെടേണ്ട. ഈ ഫോട്ടോയിൽ കാണുന്ന രത്നങ്ങൾ നാളെ രാത്രി നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. നോ 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 നോ, ഇറ്റ്സ് ഇംപോസിബിൾ. ലുക്ക് ഹിയർ, മിസ്റ്റർ അലക്സ് വിചാരിക്കുന്ന പോലെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ രാത്രിയും പകലും സ്പെഷ്യൽ പോലീസ് ഡ്യൂട്ടിയിലാണ്. ഇനി IG തന്നെ നേരിട്ട് വന്ന് ഡ്യൂട്ടി നോക്കിയാലും ഈ അലക്സ് വിചാരിച്ചാൽ ആ രത്നങ്ങൾ തട്ടിക്കൊണ്ടുവരും. മിസ്റ്റർ അലക്സ്, 3 കോടി രൂപ വിലയുള്ള ആ രത്നങ്ങൾ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ ആ നിമിഷം ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരും. ഓക്കെ? ഓക്കേ. ഭാസ്കര, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നാളെ രാവിലെ മ്യൂസിയത്തിനടുത്തുള്ള ആ ബ്രിഡ്ജില്ലേ, അവിടെ നീ വരണം. ബാക്കിയെല്ലാം നേരിൽ പറയാം. ഓക്കേ? 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഏറ്റവും അപകടം പിടിച്ച കാര്യമാ അലക്സ് ചെയ്യാൻ പോകുന്നത്. അതെ, പക്ഷേ നീ പറഞ്ഞ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയല്ല. പിന്നെ മഠൈ. ആ രത്നങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഞാൻ കോടീശ്വരനാകും. 3 കോടി രൂപയാണ് അതിന്റെ വില. അതെടുത്ത് മഹേന്ദ്രന് കൊടുത്ത് 10 ലക്ഷം രൂപ വാങ്ങാൻ ഞാനെന്താ അത്രയ്ക്ക് വിധിയ? അയാൾക്ക് വാക്ക് കൊടുത്തല്ലേ? വാക്കല്ലേ കൊടുത്തിട്ടുള്ളൂ. രത്നങ്ങൾ ഒറ്റ എണ്ണം പോലും ഞാൻ അവന് കൊടുക്കില്ല. ഭയങ്കരനാണെന്ന് അറിയാമല്ലോ. അതുപോലെ എത്ര ഭയങ്കരന്മാരെ കണ്ടവനായി അലക്സ്. ആ രത്നങ്ങൾ വിദേശത്തേക്ക് അയക്കാനുള്ള പരിപാടിക്കാണ് ഞാൻ ഭാസ്കറിന് ഫോൺ ചെയ്തത്. ഓഹോ, അപ്പോ അലക്സ് എന്നെ വഞ്ചിക്കാൻ നോക്കാണല്ലേ? അതെ സർ, അവനെ വിശ്വസിച്ചത് ഏറ്റവും വലിയ അബദ്ധമായിപ്പോയി. ഞാൻ അവനെ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചാ അവൻ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്. പിന്നെ സാറും ഞാനും തമ്മിലുള്ള ബന്ധമൊന്നും അവനറിയില്ല. സെലീനെ, ഞാൻ ലോകരുടെ മുന്നിൽ മാന്യനാണെങ്കിലും വട്ടമിട്ട് പറക്കുന്ന ഒരു കഴുകനാണ്. എന്റെ കണ്ണിൽ കൊത്താനുള്ള നീളമൊന്നും അവന്റെ പത്തിക്കുണ്ടാവില്ല. അവൻ രത്നങ്ങൾ തട്ടിയെടുക്കുന്നവരെ നമ്മളൊന്നും അറിഞ്ഞായിട്ട് ഭാവിക്കരുത്. ഇല്ല സർ. ഈ കാര്യത്തിൽ അലക്സിനെ സഹായിക്കുന്നത് ഭാസ്കരനാണ്. ഭാസ്കരനോ? അലക്സ് ആൻഡ് ഭാസ്കരൻ. ഭാസ്കര, ഇതാണ് മ്യൂസിയത്തിന്റെ പ്ലാൻ. ഇവിടെയാണ് രത്നങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കണ്ണാടി കൂടി വെച്ചിരിക്കുന്നത്. പക്ഷെ അകത്തെങ്ങനെ കിടക്കും? അതിനെല്ലാം വഴിയുണ്ടടാ. തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ വെടിക്കെട്ടിന് തീ കൊളുത്തുമ്പോ ഞാൻ എന്റെ പരിപാടിയും നടപ്പിലാക്കും. ഗുഡ് ഐഡിയ. നോക്ക്, റെയിൽവേ സ്റ്റേഷനിലെ 8ാം നമ്പർ ലോക്കറിന്റെ താക്കോലാണിത്. രത്നങ്ങൾ ഞാൻ അതിനകത്ത് വെച്ച് പൂട്ടിയിട്ട് ആരും അറിയാതെ ഈ താക്കോൽ ഇതിനകത്ത് വെച്ചേക്കും. പറഞ്ഞിരിക്കുന്ന സമയത്ത് കൃത്യമായി നീ ഇവിടെ വന്ന് ഈ താക്കോൽ എടുത്തു കൊണ്ടുപോയി ലോക്കർ തുറക്കണം. എന്നിട്ട് രഹസ്യമായി രത്നങ്ങളും എടുത്തുകൊണ്ട് നീ എയർപോർട്ടിൽ വരണം. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. മഹേന്ദ്രന്റെയും പോലീസിന്റെയും കയ്യിൽ പെടാതെ നമുക്ക് രത്നങ്ങളുമായി രക്ഷപ്പെടണം. ഓക്കേ? ഓക്കേ ഓക്കേ.
അയ്യോ, ഇതാരാ? എന്തു പറ്റി? എന്നെ രക്ഷിക്കൂ. എന്താ സംഭവിച്ചെന്ന് പറയൂ. എല്ലാം പറയാം. എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കൂ. എത്ര രൂപയാണെങ്കിലും അയ്യോ വേണ്ട, എന്റെ ജീവൻ അയ്യോ വേണ്ട, കാശൊന്നും വേണ്ട, വേണ്ട. രക്ഷിക്കൂ. ആ കത്തി ആ കത്തി ഒന്ന് പോയി തരൂ. എനിക്ക് അറിയില്ല സാർ. നിങ്ങളാരാ? ഞാൻ ഞാൻ കയറ്റുവനെ. സാർ സാർ എനിക്കൊന്നും അറിയില്ല സാർ. ഞാൻ നിരപരാധിയാണ് സാർ. നിങ്ങൾ കാണിച്ച അവിവേകം കാരണം ആ രത്നങ്ങൾ ആർക്കും പ്രയോജനപ്പെടാതെ ഇപ്പൊ പോലീസിനെ എത്തിയിരിക്കും. ഇല്ല സാർ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന അലക്സിന് ഇതുവരെ ബോധം വീണിട്ടില്ല. അയാൾ പറയാതെ ആ രത്നങ്ങളുടെ കാര്യം ആർക്കും അറിയാൻ കഴിയില്ല. ഇന്ന് അതിന് ഒറ്റ വഴിയുള്ളൂ. എന്താണ് ആശുപത്രിയിൽ എപ്പോഴും നമ്മുടെ ആൾക്കാരുണ്ടായിരിക്കണം. അലക്സുമായി ആരെല്ലാം ബന്ധപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? കമ്പൗണ്ട് ഒന്നിങ്ങോട്ട് വരൂ. എന്താ? എനിക്കൊരു കഷ്ണം കടലാസും ഒരു പേനയും തരൂ. എന്തിനാ? മരണമൊഴി എഴുതാൻ പോവാണോ? ഒന്ന് വേഗം തരൂ, വേഗം തരൂ. എന്തിനാ? ആരും അറിയാതെ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അതിനുള്ള പ്രതിഫലമാണ് ഈ മോതിരം. 10,000 രൂപ വരെയുള്ള വജ്രമോതിരമാണ്. അകത്താകുന്ന കേസ് വല്ലതും ആണോ? ഒന്നും പേടിക്കണ്ട.
ലോക്കർ തുറക്കണം. എന്നിട്ട് ഈ കുറിപ്പ് അതിനകത്ത് വെച്ച് പൂട്ടിയിട്ട് ഈ താക്കോൽ മ്യൂസിയം കഴിഞ്ഞുള്ള ഒരു ഒരു ബ്രിഡ്ജില്ലേ, അതിനടുത്തുള്ള കൽക്കെട്ടിനുള്ളിൽ കൊണ്ടുവയ്ക്കണം. ഒന്ന് വേഗം വേഗം പോകും. രത്നങ്ങൾ എവിടെ? സത്യം പറ, ആ രത്നങ്ങൾ എവിടെ? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? ആ രത്നങ്ങൾ വിദേശത്തേക്ക് കടത്താൻ നീ മനസ്സും കൂടെ ഗൂഢാലോചന നടത്തിയത്? നിന്നെ കൊണ്ട് ഞാൻ പറയാൻ നോക്കട്ടെ. ജീവൻ വേണമെങ്കിൽ സത്യം പറയണം. എവിടെ രത്നങ്ങൾ? എവിടെ രത്നങ്ങൾ? ഞാൻ പറയിക്കാം. ജോണി, റാഫി, ഇവനെ കൊണ്ട് സത്യം പറയിക്കാവുന്ന നോക്ക്.
ഈ കേസിലെ പ്രതിയായ രാമുണ്ണി അലക്സിന്റെ കൈവശമുണ്ടായിരുന്ന പണം അപഹരിക്കാൻ വേണ്ടി അയാളെ കൊല ചെയ്തു എന്ന് ജോണി എന്ന ഒന്നാം സാക്ഷിയുടെ മൊഴിയിൽ നിന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രതിയുടെ പേരിലുള്ള കുറ്റം നിരുപാധികം തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ IPC 302 304 വകുപ്പുകൾ അനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കാൻ കോടതി ഉത്തരവായിരിക്കുന്നു. ഞങ്ങൾക്ക് ഞാരുണ്ട് മോള് കരയരുത്. അച്ഛനെ ശിക്ഷിച്ചെങ്കിലും അച്ഛൻ നിരപരാധിയാണ് മോളെ. തമ്പിഴി, എന്റെ മക്കൾക്ക് നീ ആരുമില്ല. തമ്പിള്ള അവരെ പ്രത്യേകം ശ്രദ്ധിച്ചോ. മോളെ നടക്കേ. അച്ഛാ